കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ സംബന്ധിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുവാൻ ഭരണസമിതിക്കും CPM നേതാക്കൾക്കും കഴിയുന്നില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പും അഴിമതിയും മൂടിവെക്കുവാനാണെന്നും ആരോപണമുണ്ട്. പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ സംബന്ധിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിക്കും CPM നേതാക്കൾക്കും കഴിയുന്നില്ലെന്ന് UDF മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾക്ക് അവർ മറുപടി നൽകിയിട്ടുമില്ല. പക്ഷെ വികസനം അട്ടിമറിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒരാളെ കാലുവാരി കൂട്ടത്തിൽ നിർത്തി പ്രസിഡന്റ് ആക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് വികസനം അട്ടിമറിക്കുന്നത്? ഞാൻ 2.5 വർഷക്കാലം ഭരിച്ചു. ആ സമയത്ത് എന്തെങ്കിലും അഴിമതി അവർക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാമായിരുന്നല്ലോ, അതിന്റെ എന്തെങ്കിലും പ്രൂഫ് കൊണ്ടുവരാമായിരുന്നല്ലോ. ഇതൊന്നും കൊണ്ടുവരാതെ LDF ഭരിച്ച സമയത്ത്, ശോഭനാമ ഭരിച്ച സമയത്തെ അഴിമതി, മിനി പ്രിൻസിന്റെ അഴിമതിയും കൊണ്ട് വരിക. സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള അഴിമതികളെ കുറിച്ച് പ്രസിഡന്റ് മൗനം പാലിക്കുകയാണ്. ഫണ്ട് വിനിയോഗത്തിൽ വലിയ വിവേചനമാണ് നടന്നിട്ടുള്ളത്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വാർഡുകളിൽ 75 ലക്ഷം രൂപയോളം റോഡ് ഫണ്ട് അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ മെമ്പർമാർക്ക് കിട്ടിയത് 16 ലക്ഷം രൂപ മാത്രമാണ്. ഇത് സംബന്ധിച്ച പരാതി പ്ലാനിംഗ് ഓഫീസറും കളക്ടർക്കും കൊടുത്തിരുന്നു. പദ്ധതി വേഗത്തിലാക്കണമെങ്കിൽ ഭരണസമിതിയാണ് ഇടപെടേണ്ടത്. ഇതിനു പകരം പ്രതിപക്ഷ മെമ്പർമാരെയും മുൻ പ്രസിഡന്റിനെയും കുറ്റം പറയുന്നത് ജാള്യത മറയ്ക്കാനാണ്. വിധവകൾക്കുള്ള മുട്ടക്കോഴി വിതരണം, ജൈവവള വിതരണം എന്നീ പദ്ധതികളിലെ തന്റെ വാർഡിലെ ഗുണഭോക്തൃ വിഹിതം പഞ്ചായത്തിൽ അടച്ചിട്ടില്ലെന്ന ആരോപണം തെറ്റാണെന്ന് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് പറഞ്ഞു. വിധവകൾക്കുള്ള മുട്ടക്കോഴി വിതരണത്തിലുള്ള പൈസ അടച്ചിട്ട് തന്നെ 2 ആഴ്ചയായി. അത് നാളെയാണ്, ഞങ്ങളുടെ എല്ലാ വാർഡിലും നാളെയാണ് അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ മുട്ടക്കോഴിക്ക് ആകെ ഒരു വിധവ അടയ്ക്കുന്നത് 100 രൂപയാണ്. ആ 100 രൂപയ്ക്കകത്തുനിന്ന് മിനി പ്രിൻസ് കൈയിട്ട് വാരി എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ പറയുന്നവർക്ക്? ഇപ്പൊ ശോഭനാമ പലതും പറയും, കാരണം അവർ പൈസയ്ക്ക് വേണ്ടി മറിഞ്ഞ ആളാണ്, അവരെ വിലക്കെടുത്തവരാണ്. പക്ഷെ ഒരു ഏരിയ സെക്രട്ടറി വന്നേച്ച് മുട്ടക്കോഴി വിതരണത്തിനകത്തുനിന്ന് കൈയിട്ട് വാരി എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു. LDF മെമ്പർമാർ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഗുണഭോക്തൃ വിഹിതം അടച്ചിരുന്നു. ഇതിനെയൊക്കെയാണ് അഴിമതിയായി CPM നേതാക്കൾ ചിത്രീകരിക്കുന്നത്. അംഗൻവാടി കുട്ടികളുടെ പച്ചക്കറി തുകയും കളിപ്പാട്ടവും അടിച്ചുമാറ്റിയതിന് പണം തിരികെ അടയ്ക്കാനുള്ള മെമ്മോ ICDSൽ നിന്ന് ലഭിച്ച അംഗൻവാടി ടീച്ചറാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമയെന്നും പ്രതിപക്ഷം പറഞ്ഞു. പ്രസിഡന്റിന്റെ വാർഡിൽ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് 100 രൂപയും വളത്തിന് ഇറക്കുകൂലി ഇനത്തിൽ 100 രൂപയും പ്രസിഡന്റ് വാങ്ങിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സീഡ് തട്ടിപ്പിൽ CPM നേതാക്കളുടെ പങ്ക് വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ CPM ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പും അഴിമതിയും മൂടിവെക്കുന്നതിനാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലും കരാർ വർക്കുകളിലും അഴിമതിയുണ്ട്. അഴിമതിക്കാരെ കൂടെ ഇരുത്തിയാണ് CPM നേതാക്കൾ പത്രസമ്മേളനം നടത്തിയത്. അഴിമതിക്കാരിയായ ശോഭനാമ ഗോപിനാഥനെ വിലയ്ക്ക് വാങ്ങി പ്രസിഡന്റാക്കിയത് ഏരിയ സെക്രട്ടറിയും കൂട്ടാർ ലോക്കൽ സെക്രട്ടറിയുമാണെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മിനി പ്രിൻസ്, നടരാജപിള്ള, KT ബിനു, ആൻസി തോമസ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.